ഇന്ന് എൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ മോദ തലക്കറിയാണ്. അതാ പാൻ വെച്ചു, എണ്ണയൊഴിച്ചു, ഇതാ സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ മമ്മി അതെല്ലാം എടുത്ത് അതിനകത്തിട്ട് നല്ലതായിട്ട് വഴറ്റാനേ. മമ്മി നല്ലൊരു കുക്കാണ്, എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കുക്ക് ചെയ്യും. ഇതാണ് എൻ്റെ മമ്മിക്ക് ചെറിയൊരു നാണമൊക്കെ ഉണ്ട് ഇതിനകത്ത് നിൽക്കാൻ, എന്നാലും സാരമില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടേ. മോദയുടെ തലക്കറി ആയതുകൊണ്ട് മമ്മി മല്ലിപ്പൊടി ഇട്ടതേ, പിന്നെ ഉപ്പ് ഇട്ടു, എല്ലാം ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെനിക്ക് ഞങ്ങൾ ഒത്തിരി വർത്താനമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ പുളിവെള്ളം ഇട്ട് കഴിഞ്ഞിട്ട് മമ്മി പുളി ഇങ്ങനെ കീറി ഇടുവേ. ഞാനൊക്കെ സാധാരണയാണെങ്കിൽ പുളി അതായിട്ട് അങ്ങ് ഇടത്തേ ഉള്ളൂ. മമ്മി അതിങ്ങനെ പിച്ചി ആണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് മമ്മി എന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട്, നമ്മളൊക്കെ ആണെങ്കിൽ ഞാൻ ചൂടുവെള്ളമാണ് സാധാരണ ഇതിനകത്ത് ഒഴിക്കുന്നത്. മമ്മി സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ നമ്മുടെ മോദയുടെ തല അത് മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാം എടുത്തിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ പറക്കി ഇടുകയാണേ. ഇത് സംഭവം ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു കണ്ടോ. മമ്മി അതിങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് ഒത്തിരി കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ മമ്മി ഇങ്ങനെ എടുത്ത് അതിനകത്തോട്ട് ഇടുകയാണ്. ഞങ്ങൾ പിന്നെ പാത്രം മാറിയേ, കാരണം മറ്റേ പാത്രത്തിൽ ചെറുതായിരുന്നു. പിന്നെ ഇത് അടച്ചു വെച്ചു നല്ലതായിട്ട് തിള വരാനായിട്ടേ. നല്ലതായിട്ട് തിളച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം ഇരുന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ തിളപ്പിച്ചു. അതിനിടയ്ക്ക് മമ്മി കപ്പയൊക്കെ വേവിച്ചു കേട്ടോ. അതാ എല്ലാം തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കപ്പയും മോദക്കറി റെഡി. കപ്പയും മോദ തലക്കറിയും.